ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ സൗമ്യ, മറിയമേ ട്രാവൽസ് ആൻഡ് ഹോളിഡേയ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി മൾട്ടിപ്പിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് ദിവസേന ജനങ്ങൾ പുതിയ പുതിയ ആശങ്കകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പിലേക്ക് നിരന്തരമായിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള എൻക്വയറീസും ഡൗട്ട്സും വന്നുകൊണ്ടേയിരിക്കുന്നു. സന്തോഷം. എനിക്കറിയുന്ന നിലവിലത്തെ അപ്ഡേറ്റ് വെച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിൽ യാതൊരു മടിയില്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് അറിയുന്ന നിലവിലത്തെ അപ്ഡേറ്റ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ചാനലിൽ നിലവിൽ സബ്സ്ക്രൈബേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നിലവിലുള്ള കൗണ്ടിൻ്റെയൊന്നും ഡബിളാണ് എൻ്റെ വാട്സപ്പിലേക്ക് വരുന്ന മെസ്സേജസിൻ്റെ എണ്ണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ അയക്കുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില മീഡിയയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ ആയിരിക്കാം ഈ ഫാമിലി മൾട്ടിപ്പിൾ എൻട്രി വിസയുമായി ബന്ധപ്പെട്ട, അതായത് തഷീറിൽ മൾട്ടിപ്പിളിൻ്റെ ആ ഒരു ഫംഗ്ഷൻ അത് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നുണ്ട്. പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണിച്ചിട്ട് അയക്കുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ മാം, ഇത് സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഫാമിലി മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസ നിലവിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെ ആയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു സർക്കുലർ ഓർ അപ്ഡേറ്റ് തീർച്ചയായിട്ടും എനിക്കും കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കൺഫേം അപ്ഡേറ്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ ശ്രദ്ധിക്കുക, ഓരോ വീഡിയോയും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പം നിലവിൽ ആയിട്ടില്ല. ഇപ്പം നിലവിൽ നടക്കുന്നത് സിംഗിൾ എൻട്രി 30 days ഓർ 90 days ആണ് നടക്കുന്നത്. ഓക്കെ. പിന്നെ ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട്. അതായത് സൗദിയിൽ നിന്ന് ഇപ്പം നിലവിൽ നമുക്ക് വിസ നാട്ടിൽ നിന്ന് ഈ സിംഗിൾ എൻട്രി ആണെങ്കിലും നാട്ടിൽ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ലല്ലോ. സൗദിയിൽ നിൽക്കുന്ന ഹസ്ബൻഡിൻ്റെ സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ ബ്ലഡ് റിലേഷനിലുള്ളവർക്ക് അവരുടെ സ്പോൺസർഷിപ്പിൽ നാട്ടിലുള്ളവർക്ക് നമുക്ക് വിസ എടുത്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് തന്നെ ചേംബറൊക്കെ അതായത് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് ഇതുവരെയും വിസ ഇഷ്യൂ ചെയ്ത് വരാത്തവരുണ്ട്. അപ്പോൾ ഈ ചേംബർ ചെയ്ത് ആ വിസ കയ്യിൽ കിട്ടുന്ന ആ സമയം വരെയും പിന്നെ സ്പോൺസർ അവിടെ ഉണ്ടാവണോ? അതിനുശേഷം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ സ്പോൺസർ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സം വരോ? വിസ സ്റ്റാമ്പിംഗ് ടൈമിന് സ്പോൺസർ സൗദിയിൽ തന്നെ ഉണ്ടായിരിക്കണമെന്നുള്ള നിർബന്ധമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിസ സ്റ്റാമ്പ് ചെയ്യുന്ന സമയത്ത് വിസ സ്റ്റാമ്പിംഗ് എന്ന് പറയുന്നത് VFSനുള്ളിലാണ്. നിങ്ങൾക്കിപ്പോൾ സൗദിയിൽ ഇത് വിസ ചേംബറായി കഴിഞ്ഞാൽ, വിസ അപ്രൂവലായി കഴിഞ്ഞ് നാട്ടിൽ അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടിൽ വരാം, അവിടെ തന്നെ നിൽക്കണമെന്നുള്ള നിർബന്ധമില്ല. വിസ ആകുന്നവരെ, വിസ അപ്രൂവൽ ആകുന്നവരെ സ്പോൺസർ സൗദിയിൽ തന്നെ ഉണ്ടാവണം കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയറെല്ലാം VFSനുള്ളിലാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിൽക്കണമെന്നുള്ള നിർബന്ധമില്ല. അതുപോലെ തന്നെ VFSൽ പോകുന്ന ആപ്ലിക്കൻ്റ് തന്നെ ഡയറക്റ്റ് ചില സമയങ്ങളിൽ VFS അതോറിറ്റി പറയുന്നുണ്ട് അവിടെ പോയി കളക്ട് ചെയ്യണമെന്നുള്ളത് പാസ്പോർട്ട് സ്റ്റാമ്പിങ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അങ്ങനെ പറയുന്ന സിറ്റുവേഷനിൽ ആപ്ലിക്കൻ്റ് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും കാരണത്താൽ അവർക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവരുടെ ഒരു ഓതറൈസേഷൻ ലെറ്ററിൽ കൊടുത്തുകൊണ്ട് അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അയച്ച് അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നതാണ്. എന്തെങ്കിലും ഒരു മെഡിക്കൽ റീസണോ കാര്യങ്ങളോ ഉണ്ടായി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓതറൈസേഷൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും VFSൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എന്തിനും ഒരു സൊല്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഏത് കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. നിങ്ങൾ ആ ഒരു ഉറപ്പിൽ തന്നെ ഇരുന്നോളൂ. പിന്നെ ഈ സിംഗിൾ എൻട്രി വിസ, അതായത് ഇപ്പോൾ ഈ വിസ ഓൾറെഡി കിട്ടിയിട്ട് മൾട്ടിപ്പിൾ ആകുമോ ഇല്ലയോ എന്നും നോക്കിയിരിക്കുന്നവർ ചോദിക്കുന്നുണ്ട്. 10 ദിവസത്തിനുള്ളിലാവോ, ജൂലൈ 15-ാം തീയതി ആവോ, 10-ാം തീയതി ആവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിലിപ്പോൾ ഞാൻ ഒരു ഡേറ്റ് പറഞ്ഞാൽ ആ ഡേറ്റിനുള്ളിൽ ആയില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ ചാനലിന് അല്ലെങ്കിൽ എന്നോടുള്ള നിങ്ങളുടെ ട്രസ്റ്റ് നഷ്ടപ്പെടുകയല്ലേ. എന്തായാലും നിങ്ങളും പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഉടനെ ആകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. അതുവരെയും വെയിറ്റ് ചെയ്യാൻ കഴിയാത്തവരൊരു കാര്യം ചെയ്തോളൂ. ഇപ്പോൾ സിംഗിൾ എൻട്രി കിട്ടുന്നുണ്ടല്ലോ 30 days 90 days, അതെടുത്ത് കയറി പോവുക. പിന്നെ 90 days ഒരു സിംഗിൾ എൻട്രി എടുത്ത് കയറി പോയിട്ട് 90 days കഴിയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ആ സമയത്താവാം. ഇപ്പോഴും നിലവിൽ സൗദിയിൽ ഒരു വിസയുടെയും അപ്ഡേഷൻ പ്രോപ്പറായിട്ട് ഫാസ്റ്റായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ മാറി വരും, പഴയതുപോലെ ആയി വരും. കുറച്ചൊരു സാവകാശം നമ്മൾ കൊടുക്കുകയാണ്, വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മാറി വരും. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ കഴിയാത്തവർക്കുള്ളൊരു ഓപ്ഷനാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ. പിന്നെ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പാസ്പോർട്ടിൽ സ്പൗസ് നെയിം അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്യാതെ
ഉള്ള സിറ്റുവേഷനിലാണ് മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ഓർ അപ്പോസ്റ്റിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അറ്റസ്റ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും സൗദി എംബസി അറ്റസ്റ്റേഷൻ ചെയ്യുക. അതിന് ആണെങ്കിലും അപ്പോസ്റ്റിലാണെങ്കിലും അപ്പോസ്റ്റിൽ ചെയ്യുമ്പോൾ അതിനോടൊപ്പം ട്രാൻസ്ലേഷനും കൂടെ ചെയ്തു തരും. മിനിമം ഒരു 15 വർക്കിംഗ് ഡേയ്സ് നിലവിൽ എടുക്കുന്നുണ്ട്. അതിനുള്ളിൽ ഈ അറ്റസ്റ്റേഷനെ കഴിയുന്നതായിരിക്കും. അപ്പം മെയിനായിട്ടും ഏത് ഘട്ടത്തിലാണ് വേണ്ടത്? ഈ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പാസ്പോർട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേരില്ലാതെ വരുന്ന സിറ്റുവേഷനിലാണ് മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പിന്നെ കുട്ടികളുടെ കേസ്, കുട്ടികൾക്കുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് മെഡിക്കൽ സെൻറ്ററിൽ നിന്നും കിട്ടുന്നൊരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, അത് റെസിഡൻസ് വിസയിൽ പോകുന്ന ആൾക്കാർക്കാണ് വേണ്ടിയത്. പിന്നെ ഇന്നിപ്പോൾ രാവിലെ എനിക്ക് 1-2 പേര് അയച്ചു തന്നു. അത് GCC കൺട്രീസിൽ നിൽക്കുന്നവർക്ക് വിസിറ്റ് വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ ബിസിനസ് വിസിറ്റിലോ ഒന്നും സൗദിയിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത്. അതായത് GCC കൺട്രീസിൽ ഇപ്പോൾ UAEയിലോ അല്ലെങ്കിൽ ഖത്തറിലോ അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ നിലവിൽ ഓൾറെഡി റെസിഡൻസ് വിസയിൽ നിൽക്കുന്നവർക്ക് വിസിറ്റ് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അവർക്കും പിന്നെ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് അപ്രൂവൽ കിട്ടാതെ വന്നതിനെ തുടർന്ന് ആണ് പലരും ഉംറ വിസ എടുത്ത് നിലവിൽ പോകുന്നത്. മനസ്സിലായോ? അല്ലാതെ അവർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വിസിറ്റ് വിസ GCC റെസിഡൻറ്റ് വിസ നിലവിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ സൗദിയിലേക്ക് പോകാനുള്ള ഒരേ ഒരു ഓപ്ഷൻ നിലവിൽ ഉംറ വിസയിൽ പോകുക എന്നുള്ളതാണ്. ബാക്കിയുള്ള വിസകളൊന്നും സൗദിയിൽ ഇപ്പം നിലവിൽ നടക്കുന്നില്ല, അപ്രൂവൽ കിട്ടുന്നില്ല. അപ്പം ചേംബറിൽ കൊടുത്തിരിക്കുന്നവരും ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞു, ഇതുവരെയും അപ്രൂവൽ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നൊരു ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇൻഷാല്ലാ ഉടനെ ആകും. നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഇത് ആയി വരും. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് നിലവിലുള്ളൊരു ഓപ്ഷൻ എന്താണ്? സിംഗിൾ എൻട്രി. അപ്പോൾ ഒരു 10 ഡേയ്സൊക്കെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കൂ. അതിനുള്ളിൽ റെഡിയാകും എന്നൊരു പ്രതീക്ഷയിലാണ് ഇങ്ങനെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നതും. ഞങ്ങളും ആ ഒരു പ്രതീക്ഷയിലാണുള്ളത്. അല്ലാണ്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറയാൻ ഞാൻ ആളല്ല, അങ്ങനെ പറയത്തുമില്ല. ഓക്കെ. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരിക, ഷെയർ ചെയ്യുക. ഓക്കെ. താങ്ക് യു. ഇനി മറ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ.